ഇമ്പ കോഴിക്കോട് SM സ്ട്രീറ്റേ ഇമ്പളെ മിഠായി തെരുവുന്നേ SK പൊറ്റക്കാടിൻ്റെ പ്രതിമ. ഇതിനു ചുറ്റും ജീവിക്കുന്നുണ്ട് കലയുടെ സ്വരം. കല്ലിലും മരത്തിലും ലോഹത്തിലും കൊത്തിയെടുത്ത ഓരോ രൂപവും പറയുന്നുണ്ട് ഒരു കഥ. ഇവ മനുഷ്യൻ്റെ കൈയാൽ പിറന്ന അത്ഭുതങ്ങളാണ്. നഗരത്തിൻ്റെ ഹൃദയത്തിലും കലയുടെ നാടൻ നാദം പോലെ ജീവിക്കുന്നു. ഇതാണ് കോഴിക്കോട്, ഇമ്പളെ കോഴിക്കോട്. കരകൗശലത്തിൻ്റെയും കലയുടെയും ഉറവിടമേ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിൽ പൊന്മുത്തായി തിളങ്ങുന്ന നമ്മുടെ മിഠായി തെരുവ്. ഇതൊരു തെരുവല്ല കേട്ടോ, ഇതൊരു അനുഭവമാണ്, ഒരു വല്ലാത്ത അനുഭവം. രുചിയുടെ വഴിയൂടെ ഒരുപാട് പഴക്കമുള്ള കഥകൾ പറയുന്നു ഒരു രുചി യാത്ര. രാത്രിയും പകലുമായി ജീവിക്കുന്ന ഒരു തിരക്കേറിയ സ്വപ്ന തെരുവാണ് നമ്മളെ കോഴിക്കോട്. ഇവിടെ ഓരോ കടയും ഓരോ കഥയാണ് പറയുന്നത്. പഴഞ്ചക്കയുടെ മധുരം മുതലേ നമ്മുടെ പാരമ്പര്യ ഹലുവേന്റെ മണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാലത്തിന്റെ ശബ്ദം വരെ ഇവിടെ പറയും. ഓരോ കടയും ഇവിടെ എല്ലാം മനസ്സോടെ കേൾക്കാം. പച്ചയും ചുമപ്പും മഞ്ഞയും അങ്ങനെ ഒരുപാട് നിറഞ്ഞ കളറുകളുള്ള ഗ്ലാസ്സിൽ നിറഞ്ഞെടുക്കണ ഹലുവകൾ. ഇതൊരു പാരമ്പര്യം കൂടിയാണ് കേട്ടോ. പിതാവിൽ നിന്നും മകനിലേക്ക് ഇങ്ങനെ കൈമാറി കൈമാറി പോകുന്ന ഒരു പാരമ്പര്യം. എന്താ അല്ലേ? നമ്മളെ മിഠായി തെരുവത്തെ ഓരോ വ്യാപാരിയും ഒരു കഥാകാരനാണ്, ഒരു കലാകാരനാണ്, ഒരു പാരമ്പര്യത്തിന്റെ രക്ഷകരാണ്. മിഠായി തെരുവിന്റെ മറ്റൊരു മുഖമാണ് കൈമാടി വിളിക്കുന്ന ചെറുകിട വ്യാപാരികൾ. അവരും ഈ തെരുവിന്റെ ഭാഗമാണ്. അങ്ങനെയല്ലോ, അവരാണ് ഈ തെരുവ്, അവരാണ് ഈ തെരുവിന്റെ ജീവൻ. ഇവിടത്തെ ചലനാത്മകമായ ഛന്തസ് തന്നെയാണ് ഇവര്, അല്ലേ? നിങ്ങൾക്കും തോന്നണില്ലേ? തോന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നു നോക്കി, അപ്പൊ നമുക്ക് മനസ്സിലാവും. നമ്മളെ കോഴിക്കോട്ടേക്കേ മിഠായി തെരുവിക്കേ, ഇവിടെ മിഠായി തെരുവിലെ കാലെടുത്ത് വെക്കുമ്പോളെ ഒരു നിമിഷം പോലും ശാന്തമാവില്ല. അവിടെ ആരും ഉറങ്ങാറില്ല, ഉറക്കം തൂങ്ങികളും ഇല്ല. അതെ, ജീവനുള്ള തെരുവാ, ജീവനുള്ള തെരുവ്. നിങ്ങളിപ്പോ കാണണ്ടല്ലോ, ഇതൊരു വിശേഷ ദിവസമല്ല. ഒരു വിശേഷ ദിവസത്തേക്ക് ഇവിടേക്ക് വന്നാലേ കാലെടുത്ത് കുത്താൻ കഴിയൂല, അത്രയ്ക്കും ജനാണ്ടാവുക. എൻ്റെ അമ്മോ, കഴിഞ്ഞൊക്കെ ഓണത്തിന്റെ അവസ്ഥ എന്റെ ഈശോയെ പറയേണ്ട ആവശ്യമില്ല. നൂറുകണക്കിന് നിലവിളികൾ. നിലവിളികൾ എന്ന് പറഞ്ഞാലേ പൈസ ഉണ്ടാക്കുന്ന നിലവിളികൾ. നല്ല ബിസിനസ് തന്ത്രം തന്നെ പറയാം. കൈ മാടിങ്ങനെ വിളിക്കുമ്പോള് ഇവിടെ നന്നായിട്ട് വ്യാപാരം നടക്കുന്നുണ്ട്. ഈ വ്യാപാരം നടന്നാല് എല്ലാവർക്കും ഗുണാണ്. വാങ്ങാനായി വന്നവരെയും നടന്നു പോകുന്നവരെയൊക്കെ അവർ നേരില് പോലെ പിന്തുടരുന്നു. വേറെ ഒന്നിനല്ല, കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട്. കച്ചവടം നടന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, ഒന്ന് ഉഷാറാവുള്ളൂ. അത് നല്ലതാണല്ലോ. ചിലർ തുണിപ്പൊതികൾ കയ്യിൽ പിടിച്ച്, ചിലരാകട്ടെ ചൂടുള്ള പരിപ്പ് കൂട പായസം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. ചിലരോ നല്ല ഹലുവ, മൈസൂർ പാക്ക്, പിന്നെ തുണികളുടെ ഒരു ഘോഷയാത്ര അവിടെ. ബാഗുകളും ഒന്നും പറയണ്ട. വീണ്ടും വീണ്ടും പറയുമ്പോൾ പോലും വിലയിലും വാക്കിലും പലിശയില്ലാത്ത ഈ മാർക്കറ്റിംഗ്, ഇത് കോഴിക്കോടിന്റെ കയ്യടിയാണ്. കോഴിക്കോടിന് മാത്രം കിട്ടാവുന്ന ഒരു കയ്യടി. വിപണിയിലെ ഈ വലിയ മത്സരത്തിന്റെ, അതായത് ഈ കൈമാടി കച്ചവടക്കാരുണ്ടല്ലോ, ഇവരാണ് ഈ തെരുവിന്റെ യഥാർത്ഥ ജീവശക്തി. വ്യാജ ചിരികളില്ല, ചിന്തിച്ച വിലയില്ല, വെറും ജീവിതം മാത്രം. ഫാഷൻ ബുട്ടിക്കുകൾ, ഫാൻസികൾ, സ്റ്റോറുകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, എൻ്റെ അമ്മോ. അതെ, മിഠായി തെരുവ് ഇതൊരു തെരുവാണ്. പക്ഷേ അതിലുപരി ഇതൊരുപാട് ജീവിതങ്ങളുടെ ചില്ലേറായ ആശകളുടെയും വലിയ ബാഗാണ്. ബാഗുകളും ഫാൻസിയും മാത്രമല്ല, അവയിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് കൈവിരൽ ചുവടുകളാണ്. കുടുംബം ഉറ്റുനോക്കുന്ന കാഴ്ച,
1000 ചിരികളുടെയും പ്രതീക്ഷകളുടെയും പുതിയ പാക്കറ്റുകൾ അല്ലേ? ഈ തെരുവൊരു പഴയകാല വാണിജ്യ കേന്ദ്രമാണ്. പണ്ട് മുതൽ ഇന്ന് വരെ സ്ഥിരമായി തുടരുന്ന ഒരുപാട് കടകളുണ്ട്. ചിലത് 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക. എന്നാൽ അത്രയും പഴക്കമുള്ള കടകൾ നമ്മുടെ ഈ മിഠായിത്തെരുവിലുണ്ട്. ഒരുപാട് ഫാൻസികളും തൊടുവോളം ഉയരുന്ന തുണികൾക്ക് ചുറ്റുമുള്ള ഷോപ്പ് ലൈറ്റുകളും ചിറകുകൾ പോലെ പറക്കുന്ന ചുരിദാറുകളും ഷാളുകളും ചെറിയ കാറ്റിൽ കളിയാടി വിജയവാചകങ്ങൾ പോലെ ഉയരുന്നു. ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടോ, വന്ന് കാവ്യാത്മകമായിട്ട് രസല്ലേ? പുത്തൻ ബ്രാൻഡുകൾക്ക് പകരം നാടൻ പേരും പഴമയും നിലനിൽക്കുന്ന വ്യാപാര കടകളാണ് ഇവിടെ കൂടുതലായും കാണുന്നത്. എന്നാൽ എല്ലാം അങ്ങനെ അന്നല്ല. ഒരുപാട് പുതിയ വരുന്ന മോഡലുകളും ബ്രാൻഡുകളും എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, പഴമയും അതോടൊപ്പം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ സാധനവും നമുക്ക് എന്തും ഇവിടെ വന്നാൽ കിട്ടും. അതാണ് ഈ തെരുവിന്റെ മറ്റൊരു പ്രത്യേകത. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് മിഠായി തെരുവ്. കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ മിഠായി തെരുവ്. മലയാളിയാകട്ടെ, വിദേശിയാകട്ടെ, ഇനി കോഴിക്കോടിന് പുറത്തുള്ള ആൾക്കാരാകട്ടെ, ആരൊക്കെയായാലും ഇവിടെ എത്തിയാൽ, കോഴിക്കോട് എത്തിയാൽ മിഠായി തെരുവ് കാണാതെ പോകാറില്ല. ടൂറിസം മാപ്പിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് അർത്ഥം. ചെറിയൊരു തെരുവാണെങ്കിലും ഭക്ഷ്യ സംസ്കാരവും പാരമ്പര്യവും എല്ലാം തങ്ങി നിൽക്കുന്ന ഒരു സാംസ്കാരിക വാണിജ്യ മേളയാണ് നമ്മളെ മിഠായി തെരുവ്. ഇവിടെ ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്. പലർക്കും ഇതിന്റെ അറിയില്ല, മിഠായി തെരുവിന്റെ ഉള്ളിലാണോ സിനിമാ തിയേറ്റർ, അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇതിലൂടെ കാണിച്ചിട്ടാണ് മിഠായി തെരുവിന്റെ ഉള്ളിലാണ് രാധ എന്നുള്ള പേരുള്ള സിനിമാ തിയേറ്റർ ഉണ്ട്. ഇനി ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ക്ഷേത്രം തന്നെ ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? എല്ലാം ഉണ്ടെന്ന് ഇവിടെ. ജോഡികൾ പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാട് എഴുതിയ ഒരു തെരുവിന്റെ കഥ എന്ന കൃതിയിൽ SM സ്ട്രീറ്റ് ഒരു പ്രധാന കഥാപാത്രം പോലെ ഉദിച്ചു വരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇവിടെ പല പ്രക്ഷോഭങ്ങളും പുരോഗതികളും നടന്നിട്ടുണ്ട്. സ്വീറ്റ് മീറ്റ് ഒരു വെറൈറ്റി ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു പേര് വരാൻ എന്തൊക്കെ കാരണം ഉണ്ടാവും? നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, ഈ തെരുവിൽ പണ്ട് കാലത്ത് ഈ കൊഴുപ്പ് കൂടിയ മധുര പദാർത്ഥങ്ങൾ വിൽക്കാറുണ്ട്. അതിന്റെ നിറവും സാന്നിധ്യവും രൂപവും ഇതൊക്കെ എന്നെ കണ്ടപ്പോഴേ ചിലർക്ക് ഇത് മീറ്റ് പോലെ എങ്ങനെ തോന്നി. അതുകൊണ്ട് സ്വീറ്റ് മീറ്റ് എന്ന് ചിലർ വിളിക്കാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കും സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേര് വരാൻ കാരണം. ശരിയായിട്ടൊന്നും അറിയില്ല, ഇങ്ങനെയും പറയുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോടിന്റെ ചരിത്രം തന്നെ അറബ് മുസ്ലിം വ്യാപാരികളുമായിട്ട് ആഴമുള്ള ബന്ധമുള്ളതാണ്. നേരത്തെ കണ്ടല്ലേ കോഴിക്കോട് ഹലുവ ബോർഡ്. ഈ കോഴിക്കോട് ഹലുവ പറഞ്ഞ ലോക പ്രസിദ്ധ. അത് എവിടെ ചെന്നാലും അതിനെ കുറിച്ച് അറിയാത്ത എനിക്ക് ചോദിക്കാത്ത ആരുണ്ടാവില്ല, പ്രത്യേകിച്ച് കറുത്ത ഹലുവ. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ ഭക്ഷണം, മലബാർ ഭക്ഷണം, ഒരു രക്ഷയുമില്ല. അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു നോക്കി, അത്രയ്ക്കും രസാട്ടോ. അപ്പൊ നമുക്കിനി പുതിയ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ കാണാട്ടോ.
നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് മെല്ലെ ഇങ്ങനെ പോവാണ്. അപ്പോൾ വിപിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.